അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ 3ാമത്തെ പാഠമാണ്. അതായത് അൽ ഖസ്റു വൽ ജംഉ. ജംഉം ഖസ്റും നമ്മൾ 5ാം ക്ലാസ്സിന്നൊക്കെ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗം നോക്കട്ടോ. ഹലാലായ യാത്രയിലെ നിസ്കാരത്തിന് ഇസ്ലാം ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കുക, ഹലാലായ യാത്രയിലെ നിസ്കാരത്തിനാട്ടോ. ജംഉം ഖസ്റുമായി നിസ്കരിക്കൽ അതിലൊന്നാണ്. അഥവാ നമ്മളൊരു ഹലാലായ യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് എന്താവാം, ജംഉം ഖസ്റായിട്ട് നിസ്കരിക്കുക. അപ്പൊ എങ്ങനെ ഉസ്താദ് ജംഉം ഖസ്റാക്കുക? അതാണ് ശേഷം പറയുന്നത് കേട്ടോ. ളുഹറും അസറും ഒന്നിച്ചും മഗ്രിബും ഇശാവും ഒന്നിച്ചും 1/2 സമയത്ത് നിസ്കരിക്കലാണ് ജംഉ എന്ന് പറയുന്നത്. അഥവാ ളുഹറിന്റെ അസറിന്റെ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് എന്താവുക, ളുഹറും അസറും ജംആയിട്ട് നിസ്കരിക്കുക. അതുപോലെ മഗ്രിബിന്റെ ഇശാഇന്റെ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് മഗ്രിബും ഇശാഉം ജംആയിട്ട് നിസ്കരിക്കുക. എപ്പോൾ? ആർക്ക്? ഹലാലായ യാത്രക്കാരന് ട്ടോ. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുന്നതാണ് ഖസ്ർ. അഥവാ ഖസ്റാക്കി നിസ്കരിക്കുന്ന സമയത്ത് 4 റക്അത്തുള്ള നിസ്കാരങ്ങളൊക്കെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കട്ടോ. ഖസ്ർ എന്നാ ചുരുക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി ഹലാലായ യാത്രയിൽ ജംഉം ഖസ്റും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകൾ ഉണ്ട്. അതാണ് ഇനി പറയാൻ പോണത്. ജംഇനും ഖസ്റിനും ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ എന്താണ്? ദീർഘയാത്രയായിരിക്കുക. അതായത് 2 മർഹല, ഏകദേശം 133 കിലോമീറ്റർ യാത്ര ഉണ്ടായിരിക്കണം. യാത്രയുടെ ദൂരം. ഈ മർഹല എന്ന് പറഞ്ഞാല് പണ്ട് കാലങ്ങളിൽ ഒരു ദിവസം എത്ര പരമാവധി യാത്ര ചെയ്യാൻ പറ്റുമോ അതിനാണ് ഒരു മർഹല എന്ന് പറയുന്നത്. 2 മർഹല പറഞ്ഞാല് പരമാവധി 2 ദിവസം എത്ര യാത്ര ചെയ്യാൻ പറ്റുമോ ആ കിലോമീറ്റർ കണക്ക് വെച്ചിട്ടാണ് മർഹല എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ ഏകദേശ കണക്കവിടെ പറയുന്നുണ്ട്. എത്രയാണ് 2 മർഹല എന്ന് പറഞ്ഞാല്? 133 കിലോമീറ്റർ. പിന്നെ അനുവദനീയമായ യാത്രയാവുക, അഥവാ നല്ലതിനുള്ള യാത്രയാവണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടാവണം. സിയാറത്ത് അതുപോലത്തെ നല്ല കാര്യങ്ങള്, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടിയുള്ള യാത്രയാവണം. അല്ലാതെ കച്ചറ കളിക്കാനുള്ള അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിലേക്കുള്ള യാത്ര ഒന്നും ആവരുത്. അതിലൊന്നും ജംഉം ഖസ്റും അനുവദനീയമല്ല. 3ാമത്തെ പോയിന്റാണ് ലക്ഷ്യസ്ഥാനം അറിയുക. നമ്മൾ ആദ്യം എവിടുക്കാ പോകണം എന്നുള്ള ലക്ഷ്യസ്ഥാനം നമുക്ക് അറിവുണ്ടാവണം. വെറുതെ അങ്ങനെ കറങ്ങിയങ്ങാണ്ട് എവിടേക്കെങ്കിലും എത്തുക എന്നുള്ളതല്ല. അതുപോലെ അടുത്ത പോയിന്റാണ് താമസിക്കുന്ന നാട് വിട്ട് കടക്കുക. അഥവാ നമ്മൾ താമസിക്കുന്ന നാടുണ്ടല്ലോ അത് വിട്ട് കടക്കണം. എന്നിട്ടാണ് 133 മർഹല കണക്കാക്കേണ്ടത്. എന്തായാലും വിട്ട് കടക്കൂല. അത്രയും ലോകം പോകുമ്പോ എങ്ങനെ വന്നാലും നമ്മുടെ നാട് വിട്ട് കടക്കും. അപ്പൊ നമ്മള് ചുറ്റി കറങ്ങിക്കാണ്ട് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തരുത് ആ 133 മർഹല എന്നുള്ള കണക്ക് വരുമ്പോട്ടോ. ഈ നിസ്കാരം ഖസ്റാക്കുന്നതിനുള്ള നിബന്ധനകളാണ് പറയുന്നത്. നീയത്തിൽ ഖസ്റിനെ കരുതുക. അഥവാ നീയത്തിൽ എന്താണ്? ഖസ്റാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതണം. പിന്നെ നിസ്കാരം കഴിയുമ്പോൾ യാത്രയിലാവുക. നമ്മളെ യാത്ര എന്താവരുത്? കഴിഞ്ഞിട്ടാവരുത് നിസ്കാരം, അതിന്റെ ഇടയിലാവണം എന്ന്. പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക. അഥവാ ആരെങ്കിലും 4 റക്അത്ത് അവിടെ നിസ്കരിക്കണ്ട്, ളുഹർ നിസ്കാരം 4 റക്അത്ത് അല്ലെങ്കിൽ അസർ 4 റക്അത്തായിട്ട് പോലും നിസ്കരിക്കണം, പള്ളിക്ക് ജമാഅത്ത് എടുക്കണം. അപ്പോഴാണ് നമ്മൾ നിസ്കരിച്ചാൽ കയറി വെച്ചാൽ നമ്മൾ വേറെ നിസ്കരിക്കുക. കാരണം നമ്മൾ ഖസ്റാണ് നിസ്കരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് നിസ്കരിക്കട്ടോ. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജംഉ. 2 വിധമുണ്ട്. ഒന്നേതാണ്? ജംഉ തഖ്ദീം. ജംഉ തഖ്ദീം എന്ന് പറഞ്ഞാൽ എന്താണ്? അസർ ളുഹറിന്റെയും ഇശാ മഗ്രിബിന്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കുന്നതിനാണ് ജംഉ തഖ്ദീം എന്ന് പറയുന്നത്. തഖ്ദീം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മുന്തിക്കുക കേട്ടോ. ഫസ്റ്റ് ളുഹർ അല്ല, പിന്നെ അസർ. അപ്പൊ അസറിന് ളുഹർക്ക് മുന്തിച്ച, പിന്നെ ഫസ്റ്റ് മഗ്രിബ് പിന്നെ ഇശാ. അപ്പൊ ഇശായിന് എന്താവുക? മഗ്രിബിന്റെ സമയത്തേക്കും മുന്തിച്ച് നിസ്കരിക്കുക. അതിനാണ് ജംഉ തഖ്ദീം എന്ന് പറയുന്നത്. ഈ ജംഉ തഖ്ദീമിന്റെ നിബന്ധനകൾ, അഥവാ ആദ്യ നിസ്കാരം കൊണ്ട് തുടങ്ങുക. ഫസ്റ്റ് നിസ്കാരം ഏതാണോ അതാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. ളുഹറാണെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം നിസ്കരിക്കുക. പിന്നെ ആദ്യ നിസ്കാരത്തിൽ 2ാമത്തേതിനെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതുക. അപ്പൊ ളുഹർ നിസ്കാരം നിസ്കരിക്കാണ്, അസറിനെ നമ്മൾ ളുഹറിന്റെ സമയത്തേക്ക് മുന്തിച്ച് ജംആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ളുഹർ നിസ്കാരം നമ്മൾ സലാം വീട്ടുമല്ലോ, അതിന്റെ മുമ്പായിട്ട് നമ്മൾ നിയ്യത്ത് വെക്കണം. എന്ത്? അസർ നിസ്കാരത്തെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് നിയ്യത്ത് വെക്കണം കേട്ടോ. അധികം ഇടവേള ഇല്ലാതെ 2ഉം തുടരെയായി നിസ്കരിക്കുക. അഥവാ സലാം വീട്ടിയ ഉടനെ തന്നെ എന്താവുക? അസർ നിസ്കരിക്കുക. 2ാം നിസ്കാരം തുടങ്ങും വരെ യാത്രയിലാവുക.
എപ്പോഴാണ് നമ്മൾ നിസ്കരിക്കുന്നത് വരൊക്കെ എന്താവണം, യാത്രയിൽ തന്നെ ആവണം, യാത്ര കഴിഞ്ഞിട്ടാവരുത്, യാത്രയിൽ തന്നെ വേണം നമ്മൾ നിസ്കരിക്കാന്. ഇനി അടുത്തതാണ് ജംഉ തഖീർ അഥവാ ജംഇന്റെ രണ്ടാമത്തെ വിധം. ഒന്നാമത്തെ വിധം ജംഉ തഖ്ദീമാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ വിധം കേട്ടോ, ജംഉ തഖീർ. അത് പറഞ്ഞാൽ എന്താണ്? ളുഹർ അസറിന്റെയും മഗ്രിബ് ഇശാഇന്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഖീർ. ആ വാക്കുമൊന്ന് മനസ്സിലാക്കി. തഖീർ പറഞ്ഞാൽ പിന്തിക്കാന്നാണ്, തഖ്ദീം പറഞ്ഞാൽ മുന്തിക്കാന്നാണ്. അപ്പൊ തഖ്ദീം ആകുമ്പോ എന്താവുക, അസറിന്റെ ളുഹറിന്റെ സമയത്തേക്കും ഇശാഇന്റെ മഗ്രിബിന്റെ സമയത്തേക്കും മുന്തിക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? തഖീർ. ളുഹറിന്റെ അസറിന്റെ സമയത്തേക്കും മഗ്രിബിനെ ഇശാഇന്റെ സമയത്തേക്കും എന്താവുക, പിന്തിച്ച് നിസ്കരിക്കുക. ഇനി ജംഉ തഖീറിന്റെ നിബന്ധനകളാണ്. ഫസ്റ്റത്തെ എന്താണ്? ആദ്യ നിസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് ആക്കുന്നു എന്ന് കരുതുക. അപ്പൊ ളുഹർ നിസ്കാരത്തിന്റെ സമയം ബാങ്ക് കൊടുത്ത് ആരംഭിച്ചിട്ടുണ്ട്, നമ്മൾ യാത്രയിലാണ്. അസർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്താവുക, ളുഹർ നിസ്കാരത്തിന് ഞാൻ അസറിന്റെ സമയത്തേക്ക് പിന്തിച്ച് ആക്കുന്നു എന്നെന്താവുക, നിയത്ത് വെക്കട്ടോ. രണ്ടാമത്തത്, രണ്ട് നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിലാവുക. നേരത്തെ വിശദീകരിച്ച് പറഞ്ഞതാണ്. അപ്പൊ അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിലെ തദ്രീബാത്തുകളും അതുപോലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കട്ടോ. ഒന്നാമത്തെ അജിബ്, ഉത്തരം എഴുതുക. ജംഉം കസ്റുമായി നിസ്കരിക്കുന്നതിന്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്? അപ്പൊ ജംഉം കസ്റുമായി നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാന്നുള്ള നമ്മളെ പാഠത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ. ദീർഘയാത്രയായിരിക്കുക അഥവാ 2 മർഹല ഏകദേശം 133 കിലോമീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളത്. പിന്നെന്താണ്? അനുവദനീയമായ യാത്രയാവുക, ലക്ഷ്യസ്ഥാനം അറിയുക, താമസിക്കുന്ന നാട് വിട്ടുകടക്കുക. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജംഉ തഖീറിന്റെ നിബന്ധനകൾ ഏവാന്നുള്ളത്. എന്താണ്? ആദ്യ നിസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് ആക്കുന്നുവെന്ന് കരുതുക. 2 നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിലാവുക. ഇനി അടുത്തതാണ് ശരി അടയാളപ്പെടുത്താന്. അലാമാത്ത് ഔ വസഹിഹൽ ഖത്ത്, അഥവാ ശരിയുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക, തെറ്റുള്ളതിന് നേരെ എന്താവുക, തെറ്റ് അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ എന്താണ്? ളുഹർ അസർ എന്നിവയും മഗ്രിബ് ഇശ എന്നിവയും ജംഉ ചെയ്യാൻ പറ്റൂലേ? ചെയ്യാൻ പറ്റും. സുബഹി നിസ്കാരാണ് ജംഉം കസ്റും ആക്കാൻ പറ്റാത്ത കേട്ടോ. രണ്ടാമത്തെ എന്താണ്? കസ്ർ ആക്കാൻ നിസ്കാരത്തിനിടയിൽ കരുതിയാൽ മതി, എന്താണ്? തെറ്റാണ്. മൂന്നാമത്തത് എല്ലാ നിസ്കാരവും കസ്റാക്കാം, അതെന്താണ്? തെറ്റാണ്. കാരണം എല്ലാ നിസ്കാരവും ജംഉം കസ്റാക്കാൻ പറ്റൂലല്ലോ, അപ്പൊ തെറ്റാട്ടോ. ഇനി അടുത്ത ചോദ്യമാണ് ഇഖ്തരി സ്വഹീഹി ബിഹാദി, ശരിയുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ജംഉം കസ്റും അനുവദനീയമാകുന്ന യാത്രയുടെ ദൂരം എത്രയെന്നുള്ളത് നമ്മൾ പുസ്തകത്തിൽ നോക്കിയാൽ 3 ഓപ്ഷൻ കാണാം. അതില് ജീമ് എന്നുള്ള ഓപ്ഷൻ, അതായത് 133 കിലോമീറ്റർ, അതാണ് ശരി ഉത്തരം കേട്ടോ. രണ്ടാമത്തത് കസ്ർ എന്നാൽ എന്തെന്നാണ്. 3 ഓപ്ഷൻ ഉണ്ടാവും പുസ്തകത്തില്. അതിൽ ശരി ഉത്തരം വരുന്നത് ആണ്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുക എന്നതാണ് അതിൽ ശരി ഉത്തരം കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് ജംഉ തഖ്ദീം ഏതാണ്? 3 ഓപ്ഷൻ ഉണ്ടല്ലോ, ഏതാണ് അതില്? ബ ആണ് വരിക. അസറിനെ ളുഹറിലേക്ക് മുന്തിക്കലാണ് ജംഉ തഖ്ദീം. ഇനി അവിടെ മഗ്രിബിനെ ഇശായിലേക്ക് മുന്തിക്കുക എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്? ജംഉ തഖ്ദീം തന്നെ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം എഴുതുക. ജംഉ എത്ര വിധമുണ്ട്, ഏതെല്ലാം? ആൻസർ എന്താണ്? ജംഉ എത്ര വിധമുണ്ട് നമ്മൾ പഠിച്ചത്? 2 വിധം. ഏതൊക്കെയാണ്? ജംഉ തഖീർ, ജംഉ തഖ്ദീം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഥവാ 5ാമത്തെ പ്രവർത്തനമാണ് 2 എണ്ണം വീതം എഴുതുക. അവ കസ്റിന്റെ നിബന്ധനകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. ഒരുപാട് നിബന്ധനകൾ പറഞ്ഞല്ലോ. കസ്റിന്റെ നിബന്ധന പറഞ്ഞു, ജംഇന്റെ നിബന്ധന പറഞ്ഞു, ജംഉ തഖ്ദീമിന്റെ നിബന്ധന പറഞ്ഞു, ജംഉ തഖീറിന്റെ നിബന്ധന പറഞ്ഞു. അതിൽ കസ്റിന്റെ നിബന്ധനകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. എന്തൊക്കെയാണ്? നിയ്യത്തിൽ കസ്റിനെ കരുതുക, അതുപോലെ നിസ്കാരം കഴിയോളം യാത്രയിലാവുക എന്നുള്ളത്. ഈ ജംഉ തഖ്ദീമിന്റെ നിബന്ധനകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. ആദ്യ നിസ്കാരം കൊണ്ട് തുടങ്ങുക, 2ാം നിസ്കാരം തുടങ്ങും വരെ യാത്രയിലാവുക. ഇനി അടുത്തതാണ് വ്യക്തമാക്കുക. ജംഉ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അവ ളുഹറും അസറും ഒന്നിച്ചും മഗ്രിബും ഇശാവും ഒന്നിച്ചും 2-1 സമയത്ത് നിസ്കരിക്കലാണ് ജംഉ. അപ്പൊ അതാണ് ജംഉ എന്ന് പറഞ്ഞാല്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് കസ്ർ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. എന്താണ്? 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി നിസ്കരിക്കുന്നതാണ് കസ്ർ. ജംഉ തഖ്ദീം എന്ന് പറഞ്ഞാൽ എന്താണ്? അസർ ളുഹറിന്റെയും ഇശാ മഗ്രിബിന്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം.
ജംഉ തഅഖീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ളുഹർ അസറിന്റെയും മഗ്രിബ് ഇശാഇന്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കലാണ് ജംഉ തഅഖീർ. അപ്പൊ ഇതൊക്കെ എങ്ങനെയാന്നുള്ള മനസ്സിലാക്കേണ്ട രൂപം വ്യക്തമായിട്ട് ക്ലാസ്സിന്റെ ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലാസ് മനസ്സിലായാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും.